ഇറാൻ-US സമാധാന ധാരണ ഇന്ന് ഒപ്പുവെക്കുമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണ ഒപ്പിട്ടാൽ ഉടനടി ഹോർമുസ് തുറക്കും. സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് 60 ദിവസത്തിനകം അന്തിമ കരാർ രൂപീകരിക്കും. എന്നാൽ ധാരണയിൽ അന്തിമ രൂപമായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ജനീവയിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഹും തമ്മിൽ കരാർ ഒപ്പുവെച്ചേക്കുമെന്നാണ് സൂചന. ഇറാൻ അടച്ചുപൂട്ടിയ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു നൽകാനും ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാനും ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ മരവിപ്പിച്ച നടപടി അമേരിക്ക പിൻവലിക്കാനും ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും ധാരണയായെന്നാണ് വിവരം. ഇറാൻ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ഇറാനിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം B-2 ബോംബറുകളുടെ സഹായത്തോടെ പുറത്തെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ആണവ കരാർ ഇറാന് ആണവായുധങ്ങളിലേക്ക് എളുപ്പ വഴിയൊരുക്കിയ ഒന്നായിരുന്നുവെന്നും എന്നാൽ തന്റെ പുതിയ കരാർ അതിന് വിപരീതമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഞായറാഴ്ച കരാർ ഒപ്പിടുമെന്ന വാർത്ത ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമാധാന ഉടമ്പടി ഒപ്പിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എങ്കിലും അത് ഞായറാഴ്ച സംഭവിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായകമായ പ്രാഥമിക സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ ഒപ്പുവെക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച സാങ്കേതിക തല ചർച്ചകൾ തുടരുമെന്നും ഷഹബാസ് ഷെരീഫ് സമൂഹ മാധ്യമമായ എക്സിൽ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടികളിൽ ധാരണയിലെത്തിയെന്നാണ് US കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൽ ജേതാവ് തങ്ങളാണെന്ന് അവകാശപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകളിൽ ഇസ്രയേൽ ഭാഗമല്ലാത്തത് ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി തുടരുകയാണ്. അമേരിക്കയ്ക്കൊപ്പം യുദ്ധരംഗത്തുണ്ടായിരുന്ന ഇസ്രയേൽ സമാധാന കരാറിന്റെ ഭാഗമാകില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനനിലെ സൈനിക നീക്കങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതാണ് US-നും ഇസ്രയേലിനും ഇടയിലെ ഭിന്നതയ്ക്ക് പ്രധാന കാരണം. പുതിയ കരാർ വഴി ലെബനനിലെ യുദ്ധം അവസാനിക്കുമെന്നും ഇസ്രയേൽ പിൻവാങ്ങേണ്ടി വരുമെന്നും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. അതേസമയം ലോകരാജ്യങ്ങളുടെ സുപ്രധാന കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾ നിശ്ചയിച്ച ഉപരോധം എല്ലാ വാണിജ്യ കപ്പലുകളും നിർബന്ധമായും പാലിക്കണമെന്ന് ഇന്ത്യയോട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറെ ഫോണിൽ വിളിച്ചാണ് റൂബിയോയുടെ നിർദ്ദേശം. US ഉപരോധം അവഗണിച്ചുകൊണ്ട് ഇറാനിയൻ എണ്ണ കടത്തിക്കൊണ്ടുപോകുന്ന കപ്പലുകളെ വെറുതെ വിടില്ല എന്നും റൂബിയോ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ യൂറോപ്യൻ പര്യടനത്തിനിടയിലാണ് റൂബിയോയുടെ ഫോൺ സന്ദേശം എത്തിയത്. ഒമാൻ നടുകടലിൽ വെച്ച് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ച് 3 നാവികരെ കൊലപ്പെടുത്തിയതിൽ നേരത്തെ ജയശങ്കർ ശക്തമായി അപലപിച്ചിരുന്നു. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. അതേസമയം തങ്ങളുടെ പക്കലുള്ള അണുബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ യുറേനിയം ശേഖരം സംരക്ഷിക്കുന്നതിനായി ഇറാൻ അതിശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആണവ ബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ മനഃപൂർവ്വം തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്താണ് ഇറാൻ ഈ പ്രതിരോധം തീർക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.